ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പാൽപ്പൊടി വെച്ച് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ്, 2-3 ഏലക്ക, കുറച്ച് പാൽ, 1/2 ഗ്ലാസ് പാൽ, ഒരു 50 ഗ്രാം ബട്ടർ, കുറച്ച് ബേക്കിംഗ് പൗഡർ. അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര ഒരു ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിനെ ഒന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലോട്ട് ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതവിടെ തയ്യാറാകുന്ന സമയത്തിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിരിക്കുന്നത് 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് അതൊന്ന് അലിയിച്ചെടുക്കുക. ബട്ടർ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് പാല് ചെറിയ രീതിയിലൊന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഒന്ന് കട്ടയില്ലാതെ അരിച്ചെടുത്താൽ ഇത്തിരി കൂടെ കൊള്ളായിരിക്കും. അതിനെ നമുക്ക് ഇതുപോലെ ഈ സമയം മീഡിയം ഫ്ലെയിമിലോട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. പാൽപ്പൊടിയൊക്കെ ഈ പാലിലോട്ട് ചേർന്ന് വരുന്ന രീതിയിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഏതാണ്ട് തയ്യാറായി വരുന്നുണ്ട്. ഇത് ഇത്രയൊക്കെ മതിയാകും. മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു 1/2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഉരുളകൾ നല്ല രീതിയിൽ നല്ല ഷേപ്പായിട്ടിരിക്കും. നമ്മളിപ്പോൾ എത്ര ക്ലിയർ ചെയ്ത് ആക്കിയെടുത്താലും ആ ഒരു സ്പീഡിന് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആ പാനിലോട്ടൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ മാക്സിമം കുറച്ച് വലിപ്പം കൂടിയ ഉരുളകളാക്കി എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ സൈസിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലാക്കിയെടുക്കുക. ഞാനിതിപ്പോൾ കുറച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇത് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആക്കിയാലും ചെറിയ മിസ്റ്റേക്ക് വരും. പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ ഷേപ്പ് വ്യത്യാസമായിരുന്നാലും ടേസ്റ്റ് നല്ല രീതിയിലായാൽ മതിയാകും. അതിന് ഇനി നമുക്ക് ഒരു ഇളം ചൂട്, നല്ല തിളയ്ക്കാൻ പാടില്ല. അതാണ്ടേ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ അത് ചെറുതായിട്ടൊന്ന് പിന്നെ ആ ഷേപ്പിനൊരു വ്യത്യാസം വരും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ നീക്കിയൊക്കെ ഇടുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ ഇടാതെ കുറച്ചളവിന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ എണ്ണ കൂടുതലുള്ളത് കൊണ്ട് അവിടെ ഒന്ന് ഇടുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോകാതെ പതിയെ നമുക്ക് ഇതുപോലെ ഒന്ന് നീക്കിയൊക്കെ ഇട്ട് ചെറിയ ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഇത്രയൊക്കെ പരുവാകുമ്പോൾ തന്നെ ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ
ഒന്ന് എല്ലാം തയ്യാറാക്കി എടുക്കാം. നല്ല കളർ മാറാൻ വേണ്ടി നിൽക്കേണ്ട, കുറച്ച് സമയമാകുമ്പോൾ പാൽപ്പൊടി ഉണ്ട് അതിൽ നിന്ന് തന്നെ കളറാവും. ഇതിനെ മാറ്റി ഞാൻ നേരെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ആകുന്ന സമയത്തിനും. ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇതറിയണമെങ്കിൽ നല്ല ഒന്ന് കുറുകണം. കയ്യിൽ ഇങ്ങനെ എടുത്ത് ഒട്ടിപ്പോവുകയും ചെയ്യും, നൂല് പോലെ വരികയും ചെയ്യും 2 വിരലുകൾ തമ്മിൽ ഒട്ടിക്കുമ്പോൾ. ഇതാണ് ഇതിൻ്റെ പരുവം. ചൂടോട് കൂടി തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ചേർത്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഇതിപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത് ചേർക്കുന്നത് പ്ലേറ്റിലോട്ട്. നല്ലതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഇതിലോട്ടൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമ്. നല്ല ടേസ്റ്റാണ്, പാൽപ്പൊടിയിൽ കൂടെ തയ്യാറാക്കിയത് കൊണ്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിയുകയാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.